എൻ്റെ വെല്ലുവിളി ആ പറയുന്ന ആത്മവിശ്വാസത്തിൽ സത്യസന്ധമായിട്ടാണ് ബേപ്പൂരിലെ വോട്ടർമാരോട് അദ്ദേഹം അത് പറയുന്നെങ്കിൽ കോഴിക്കോട് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ പ്രസ് ക്ലബ്ബിൽ ഇരുന്നിട്ട് ഞാനൊരു അഗ്രിമെൻറ്റിന് തയ്യാറാണ്. ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. പറഞ്ഞു പോയാൽ പോരാ. അപ്പോൾ ഈ ആളുകളോട് ഈ പറഞ്ഞു വരുന്ന എന്താ പറയുക, അവർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അത് അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ. ഞാൻ റെഡിയാണ്. എവിടെയാണ് റെഡി? കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ എഴുതി ഒപ്പിടാം. വെറുതെ പറഞ്ഞു പോവില്ല. മൊട്ടയടിക്കുക മാത്രമല്ല, കമ്മലിടും. കമ്മൽ അദ്ദേഹത്തിന് ഒഴിവാക്കി കൊടുക്കുക. മൊട്ടയടിച്ചാൽ മതി. തയ്യാറുണ്ടോ? ഇന്ന് രാവിലെ ഇപ്പോൾ ഇരുന്നിട്ട് എന്താ പറയുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ എന്താ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? കള്ളക്കണ്ണീരൊഴുക്കിയത് ഞാൻ വ്യക്തിഹത്യ നടത്തുക. എന്ത് വ്യക്തിഹത്യ? ഞാൻ ആകെ പറഞ്ഞത് ഈ മരുമോനിസത്തിൻ്റെ കാര്യമാണ്. മരുമോനിസം എന്ന വാക്കിനെയാണ് അദ്ദേഹം ഈ വ്യക്തിഹത്യ എന്ന് പറഞ്ഞത്. നമ്മളതിനെ കൗണ്ടർ ചെയ്ത് നമ്മൾ ഉന്നയിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒന്നിനും മറുപടിയില്ല. എന്നിട്ട് ഇപ്പോൾ ഇരുന്ന് പറയുന്നത് UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ചർച്ച ഉണ്ടാക്കിയിട്ട് UDFൻ്റെ സംസ്ഥാന നേതാക്കൾ പിരിവ് നടത്തുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എത്ര മോശപ്പെട്ട പ്രസ്താവനയാണ്. ഒരു തവണയല്ല, ആവർത്തിക്കുകയാണ്. ഇന്ന് രാവിലെ കൂടി ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ മുഴുവൻ UDF ലീഡർഷിപ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആളുകളെ ഈ പറയുന്ന രീതിയിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പറ്റിച്ച് പണം പിടുങ്ങുന്നവരാണ് UDF ലീഡർഷിപ്പ് എന്ന് അദ്ദേഹം ഒരു തവണയിൽ ആവർത്തിച്ച് പറയാണ്.